അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചുകൊണ്ടിരുന്നത്. പെരുന്നാളുകളിൽ രണ്ട് പെരുന്നാളുകളാണ്, ഒന്ന് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും. ഈ ബലി പെരുന്നാള് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ മഹത്തായ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ എല്ലാ കർമ്മങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ, ബലി പെരുന്നാൾ വരികയാണെങ്കിൽ അതിനെ ഹജ്ജുൽ അക്ബർ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഉണ്ട് എന്നുള്ളതാണ്. ഇമാം ബുഖാരി, മുസ്ലിം ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖഫൻ നബി യൗമൻ നഹരി ബൈനൽ ജംറാത്ത് ഫി ഹജ്ജത്ത് അല്ലത്തി ഹജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഹജ്ജ്, ആ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറകൾക്കിടയിൽ നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ യൗമുൽ ഹജ്ജിൽ അക്ബർ, ഇന്നത്തെ ദിവസം ഇതാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ബലിദിനത്തിനാണ് യഥാർത്ഥത്തില് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. ആ ദിവസമാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു എന്നുള്ളത് കൊണ്ട് ഹജ്ജുൽ അക്ബർ എന്നുള്ളത് പറയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരു വിഷയം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസങ്ങൾ ബലിദിനവും പിന്നീട് ബലി ദിനത്തിന്റെ അടുത്തുള്ള യൗമുൽ ഖർ എന്ന് പറയുന്ന മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളുമാണ്. അതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങൾ. പെരുന്നാൾ നിസ്കാരത്തില് സാധാരണ വരുന്ന ചില സംശയങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന, വജഹത്തു നമ്മൾ ഓതേണ്ടതുണ്ടോ ഇല്ലേ എന്ന് സംശയങ്ങൾ ഉണ്ടാവും. യഥാർത്ഥത്തില് തക്ബീറത്തുൽ ഇഹ്റാമുള്ള എല്ലാ നിസ്കാരങ്ങളിലും ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അതില് പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉള്ളത് ജനാസ നമസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. മയ്യിത്ത് നിസ്കാരത്തില് ദുആഉൽ ഇഫ്തിതാഹ് വേണോ വേണ്ടേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൽ ഇല്ല എന്നുള്ളതാണ് പല ഇമാമുകളും പറയുന്നത്. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളിലും, സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ എന്തുണ്ട്? പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്. അതേപോലെ നമ്മൾ വിശദീകരിച്ചിരുന്നു, പെരുന്നാളിന്റെ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ സുന്നത്ത് നമസ്കാരങ്ങളില്ല. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പോ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടോ സുന്നത്തുകളില്ല. എന്നാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് 2 റക്അത്ത് നിസ്കാരമുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് സുന്നത്തില്ല എന്നേ ഉള്ളൂ. ഈദ്ഗാഹില് സുന്നത്ത് നിസ്കാരമില്ല. എന്നാൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുസല്ലി ഖബല ഈദി ഷൈഅൻ. പെരുന്നാളിന്റെ മുമ്പ് നബി നിസ്കരിക്കുമായിരുന്നില്ല, ഒരു നിസ്കാരം ഉണ്ടായിരുന്നില്ല. ഫൈദാ റജാ ഇലാ മൻസിലിഹി സല്ലാ റകഅത്തൈൻ. നബി അവിടുത്തെ വീട്ടിക്ക് മടങ്ങിയാൽ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഇത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ പറഞ്ഞ ഹദീസ് ഇബ്നു മാജയിലാണ്. എന്നാൽ നബി നിസ്കാരത്തിന്റെ പെരുന്നാളിന്റെ മുമ്പോ ശേഷമോ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞിരുന്നത് മറ്റ് സഹിയായ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഈദ്ഗാഹില് സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല എന്നാണ്. വീട്ടിലെത്തുമ്പോൾ തിരിച്ച് നിസ്കാരമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. ഒരു നോമ്പും പാടില്ലാത്ത ദിവസമാണ് പെരുന്നാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലി പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും നോമ്പെടുക്കൽ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. നഹ അൻ സിയാമി യൗമൈൻ യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. 2 ദിവസങ്ങളിൽ നോമ്പ് വിലക്കിയിട്ടുണ്ട്. അത് ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് ബലി പെരുന്നാളാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ സൗമി 6 അയ്യാമിൻ മിനസ് സന. ഒരു വർഷത്തിൽ 6 ദിവസം നോമ്പെടുക്കൽ നബി വിലക്കിയിട്ടുണ്ട്. 6 ദിവസങ്ങളിൽ മൊത്തത്തിൽ എന്തിട്ടുണ്ട്? നോമ്പെടുക്കൽ വിലക്കിയിട്ടുണ്ട്. 3 അയ്യാമി തശ്രീഖ്, 3 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ്, വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം, ദുൽഹജ്ജ് 11, 12, 13. ഈ 3 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ എന്താണ്? നിഷിദ്ധമാണ്, നബി വിലക്കിയിട്ടുണ്ട്. വയൗമുൽ ഫിത്ർ, പിന്നൊന്ന് ചെറിയ പെരുന്നാളിനും വയൗമുൽ അദ്ഹ
വലിയ പെരുന്നാളിനും വയൗമുൽ ജുമുഅ മുഖ്തസർ മിനൽ അയ്യാം, വെള്ളിയാഴ്ച മാത്രം പ്രത്യേകമായിട്ട് നോമ്പെടുക്കൽ അത് നബി വിലക്കിയിട്ടുണ്ട്. കാരണം അത് നമ്മുടെ പെരുന്നാളാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച. അപ്പൊ അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ പെരുന്നാൾ ദിവസങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യും? നന്മയാണ്, അത് പുണ്യമുള്ളതാണ് എന്ന് വിചാരിച്ച് ഖബറുകൾ സന്ദർശിക്കുക, മരണപ്പെട്ടവരെ ഖബറുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, പെരുന്നാൾ ദിവസം പ്രത്യേകം പുണ്യമുണ്ട് എന്ന് വിചാരിക്കൽ ഒരു ബിദഅത്താണ്. അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല, സലഫുകളിൽ നിന്നും അങ്ങനെ ഇല്ല. അപ്പൊ പെരുന്നാളിന്റെ ദിവസമായിട്ട് പ്രത്യേക ഒരു ഖബർ സന്ദർശനം ഇല്ല എന്നുള്ളതാണ്. അതേപോലെ പെരുന്നാളിന് വരുന്ന അനാചാരങ്ങൾ പെട്ടതാണ് സംഘടിതമായിട്ട് തക്ബീർ ചൊല്ലൽ. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ചൊല്ലുക, അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം ചൊല്ലുക. സാധാരണ നമ്മൾ ചൊല്ലി വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഒപ്പായിരുന്നതിന് വിരോധമല്ല. അതൊരു ചടങ്ങായിട്ട് ഒരു രീതിയായി ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാൾ ചൊല്ലുന്ന രീതി തെറ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ ഭക്ഷണത്തിലും വസ്ത്രത്തിലുമൊക്കെ ധൂർത്തടിക്കുക, ഇതൊക്കെ പെരുന്നാളിന് സാധാരണ ഉണ്ടാവാറുള്ളതാണ്. ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പൈസ കൊടുത്ത് അനാവശ്യമായിട്ട് ധൂർത്ത്, അത് പെരുന്നാളിനും അല്ലാത്തപ്പോഴും നിഷിദ്ധാണ്. പെരുന്നാളിനാവുമ്പോൾ ആളുകൾ സാധാരണ കൂടുതൽ ചെയ്യാറുണ്ട്. അതേപോലെ ഈദ്ഗാഹിലും മറ്റുമൊക്കെ ആയിട്ട് സ്ത്രീകളും പുരുഷന്മാരും കൂടി കലരുക, അന്ന് അതൊക്കെ ലൈസൻസ് ഉള്ള ഒരു അനുവദിക്കപ്പെട്ട ദിവസമാണ് എന്നാണ് ആളുകൾ കരുതൽ. നിസ്കാരം കഴിഞ്ഞാൽ എന്ത് അന്യപെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കൂടി കലരുന്നത് അതൊക്കെ വലിയ തെറ്റാണ്. അതുപോലെ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ച് വരിക, പിന്നെ സൗന്ദര്യ പ്രകടനവുമായിട്ട് അണിഞ്ഞൊരുങ്ങി പോവുക പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി, അതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതേപോലെ പെരുന്നാളിന് നിഷിദ്ധമായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹറാമുകൾ നടക്കുന്ന സംഗീതങ്ങളും ഗാനമേളകളും ഇതൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ടൂറ് പോവുക, അല്ലെങ്കിൽ അത്തരം വേണ്ടാവൃത്തികൾ നടക്കുന്ന നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിലേക്ക് അനാവശ്യമായിട്ട് ആയിരങ്ങളും മുടക്കി ചെലവഴിച്ച് പോകുന്ന ടൂറും ഉല്ലാസയാത്രയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പെരുന്നാൾ ദിവസങ്ങളിലോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അത് നിഷിദ്ധാണെങ്കിലും അന്നാണ് സാധാരണ കൂടുതൽ ആളുകൾ അത് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദി പ്രകടനത്തിനുള്ള ദിവസം എന്നുള്ള നിലക്കാണ് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കേണ്ടത്. ഒരു സന്തോഷത്തിന്റെ ദിവസം എന്ന നിലക്ക് നമുക്ക് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഇസ്ലാമിന്റെ ഒരു പരിധി ഹറാമുകൾ ചെയ്യുന്ന രീതിയിലേക്ക് വരരുത്. ഇസ്ലാം നിശ്ചയിച്ച ആ ഒരു ഹലാലായ കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ പെൺകുട്ടികൾക്ക് ദഫ് മുട്ടി പാടുന്നതിന് വിരോധമല്ല. പെരുന്നാളിന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവര് ദഫ് മുട്ടിക്കൊണ്ട് പാട്ട് പാടുന്ന സംഭവങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ദഖല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹുവിന്റെ വാപ്പയാണ്, വീട്ടിൽ വന്നു. വഇന്ദി ജാരിയത്താനി, എന്റെ അടുക്കല് രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. മിൻ ജവാരിയൽ അൻസാർ, അൻസാറുകൾപ്പെട്ട രണ്ട് പെൺകുട്ടികൾ. ആ രണ്ട് പെൺകുട്ടികൾ തുഗന്നിയാനി ബിമാ തഖാവലത്തുൽ അൻസാർ യൗമു ബുആസ്, ബുആസ് യുദ്ധം ആ ദിവസത്തിലെ വീരകൃത്യങ്ങളെ കുറിച്ച് ഇവര് ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ പാടുകയാണ്. കുട്ടികൾ പാട്ട് പാടുകയാണ്. കാലത്ത് എന്നാൽ അവര് പറയണ അവരൊന്നും ശരിക്കൊരു ഗായകിമാരൊന്നും അല്ല, ഒരു വലിയ പാട്ടുകാരികളൊന്നും അല്ല. അവരന്നങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു, കൈയൊട്ടിട്ട് അവരിങ്ങനെ പാടാൻ തുടങ്ങി. അപ്പൊ പാട്ടുകൾ പാടുന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസാമീറു ശൈത്താൻ ഫീ ബൈത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ വീട്ടിലാണോ ഈ പിശാചിക ശബ്ദം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനെ ആക്ഷേപിക്കുക. അതൊരു പെരുന്നാൾ ദിവസമാണെന്ന്, വദാലിക ഫീ യൗമി ഈദ് എന്നാണ് ഹദീസ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൂബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ വഹാദാ ഈദുന. അബൂബക്കർ, എല്ലാ സമൂഹത്തിനും ഓരോ പെരുന്നാളുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മുടെ ആഘോഷ ദിവസമാണ്, അവർ ആഘോഷിച്ചോട്ടെ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിരുന്നു എന്ന് ഹദീസിൽ വരുന്നുണ്ട്. ഈ കുട്ടികൾ പാട്ടുപാടിയിരുന്നത് നബിയും നോക്കി കണ്ടിരുന്നു എന്ന് ഹദീസ്. മാത്രമല്ല, നമ്മളെ അനസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. അപ്പൊ അന്നവർക്ക് 2 ദിവസം ഉണ്ടായിരുന്നു, യൽഅബൂന ഫീഹിമാ. ആ 2 ദിവസങ്ങളിൽ അവരെന്ത് ചെയ്യും, വിനോദങ്ങളിൽ മുഴുകും. യൽഅബൂന ഫീഹിമാ, അതില് കളിയിൽ അവര് ഏർപ്പെടുമായിരുന്നു. അപ്പോഴാണ് നബി ചോദിച്ചത്, എന്താണ് ഈ 2 ദിവസം? അപ്പൊ അവര് പറഞ്ഞത്, കുന്നാ നൽഅബു ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെ കളിക്കുമായിരുന്നു ഈ 2 ദിവസങ്ങളിൽ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ,
ഇതിനേക്കാൾ നല്ല 2 ദിവസം അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അന്ന് കളിക്കാം, അന്ന് ആഘോഷിക്കാം. പക്ഷെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാം യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ദിവസത്തിൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിലും സ്ത്രീകളും കുട്ടികൾക്കുമൊക്കെ നിഷിദ്ധമല്ലാത്ത കളികളിൽ പാട്ടുപാടിയും കളിച്ചുമൊക്കെ അവർക്ക് ഉല്ലസിക്കാം. അതേപോലെ തന്നെ കല്യാണം നടക്കുന്ന സന്ദർഭത്തിൽ നിക്കാഹ് വേളകളിൽ അപ്പോഴും ഇവരെ പെൺകുട്ടികൾക്കൊക്കെ സ്ത്രീകൾക്ക് ദഫ്മുട്ടി പാടാം എന്ന് പിന്നെ പണ്ഡിതന്മാര് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് ദഫ്മുട്ടില്ല എന്ന്. നമ്മളവിടെ ആൺകുട്ടികളാണ് പുരുഷന്മാരാണ് ദഫ്മുട്ടല്. പുരുഷന്മാർക്ക് ദഫ്മുട്ടലുള്ളത് ശരിക്ക് യുദ്ധരംഗങ്ങളിൽ ആ യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പുരുഷന്മാർക്കുള്ളത്. അല്ലാതെ ഒരു ദഫ്മുട്ടിക്കളി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് എവിടെയും വന്നിട്ടില്ല. ഈ പെൺകുട്ടികൾ ഇങ്ങനെ കളിച്ചു എന്നില്ല. അതുകൊണ്ടാണ് അല്ലാമ മുബാറക് പൂരി റഹ്മഹുല്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അൽ ഇദ്നു ഫീ ദാലിക ലിന്നിസാ, ഇതിലുള്ള പെർമിഷൻ അനുവാദമുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഫലാ യൽതഹിഖു ബിഹിന്ന റിജാൽ, അതിൽ പുരുഷന്മാരാണുങ്ങൾ അതിൽ ചേർക്കാൻ പാടില്ല. കാരണം ലിഉമൂമിൻ നഹി അനി തശബ്ബുഹി ബിഹിന്ന, കാരണം പൊതുവെ പുരുഷന്മാര് സ്ത്രീകളോട് സാദൃശ്യപ്പെടാൻ പാടില്ല. അത് അവര് സ്ത്രീകളെ പരിപാടിയാണ് ഈ കയ്യൂട്ടിപ്പാടലും കളിക്കലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. വകദാലിക്കൽ ഗിനാഉൽ മുബാഹു ഫിൽ ഉർസി മുഖ്തസ്സും ബിന്നിസാ, ഇമാം ബർഖൂരി പറയാണ് തുഹ്ഫത്തുൽ അഹ്വദി തിർമിദിന്റെ ശറഹാണ്. അതില് അദ്ദേഹം പറയാണ് അപ്രകാരം തന്നെയാണ് കല്യാണ സദസ്സുകളിലെ പാട്ടും, അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ആണുങ്ങളല്ല പാടേണ്ടത്, പെണ്ണുങ്ങൾക്കുള്ളതാണ്. പെണ്ണുങ്ങളെ ഭാഗത്താണ് അത്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ഭാഗത്ത് വന്ന് പാടാം എന്നതിനർത്ഥമല്ല. ഫലാ യജൂസു ലിർരിജാൽ, അത് ആണുങ്ങൾക്ക് പാടില്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടികൾ പെരുന്നാൾ ഉല്ലാസവും സന്തോഷത്തിന്റെ ഒക്കെ ദിവസമാണ്. അവരെന്ന് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തോട്ടെ, അതിനവരെ വിടാവുന്നതാണ്. എന്നാൽ അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആ നിയമപരിധിക്കുള്ളിൽ ആയിരിക്കണം. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.